നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ സജീവമാകുന്നതിനിടെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തടയാനും അർഹരായവരെ ഉൾപ്പെടുത്താനും ലക്ഷ്യമിട്ട മുസ്ലിം ലീഗ് സംസ്ഥാന വ്യാപകമായി ജാഗ്രതാ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ കരട് പട്ടിക പരിശോധിക്കുന്നതിനായി ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ എല്ലാ തദ്ദേശ സ്വയംഭരണ പരിധിയിലും പ്രത്യേക കേന്ദ്രങ്ങളിൽ ക്യാമ്പുകൾ നടക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ ബൃഹത്തായ പദ്ധതി നടപ്പിലാക്കുന്നത്. വോട്ടർ പട്ടികയിൽ അനധികൃതമായി കടന്നുകൂടിയവരെ പുറത്താക്കാനും 18 വയസ്സ് തികഞ്ഞ പുതുതലമുറ വോട്ടർമാരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെയും ഉൾപ്പെടുത്താനുമാണ് ഈ ജാഗ്രതാ സദസ്സുകൾ ലക്ഷ്യമിടുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൃത്യമായ വോട്ടർ പട്ടിക ഉറപ്പുവരുത്തുക എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. ഓരോ ബൂത്തിലും പാർട്ടിയുടെ പ്രതിനിധികളും ബൂത്ത് ലെവൽ ഏജന്റുമാരും നേരിട്ടെത്തി കരട് പട്ടികയുമായി ഒത്തുനോക്കും. ഇതിനായി ഓരോ പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും പ്രധാന കേന്ദ്രങ്ങൾ ക്യാമ്പുകളായി മാറും. നേതാക്കളും പ്രവർത്തകരും അതീവ ഗൗരവത്തോടെയാണ് ഈ ദൗത്യത്തിൽ ഏർപ്പെടണമെന്ന് സംസ്ഥാന നേതൃത്വം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളിൽ ജനപ്രതിനിധികളുടെ സജീവ സാന്നിധ്യം പാർട്ടി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് MLA-മാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ എന്നിവർ അവരവരുടെ സ്വന്തം പഞ്ചായത്തുകളിൽ നടക്കുന്ന ക്യാമ്പുകളിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം അറിയിച്ചു. ജില്ലാ മണ്ഡലം ഭാരവാഹികൾക്ക് ഇതിന്റെ മേൽനോട്ട ചുമതലയും നൽകിയിട്ടുണ്ട്. ജനപ്രതിനിധികളുടെ സാന്നിധ്യം പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഗൗരവം നൽകുമെന്നും ബൂത്ത് തലത്തിലുള്ള പോരായ്മകൾ പരിഹരിക്കാൻ ഇത് സഹായിക്കുമെന്നും നേതൃത്വം കരുതുന്നു. പ്രാദേശിക തലത്തിലെ എല്ലാ നേതാക്കളും ക്യാമ്പിൽ പൂർണ്ണ സമയം ഉണ്ടാവുകയും വോട്ടർ പട്ടിക സമഗ്രമായി പരിശോധിക്കുകയും ചെയ്ത ശേഷം മാത്രമേ ക്യാമ്പ് അവസാനിപ്പിക്കാവൂ എന്നാണ് നിർദ്ദേശം. വോട്ടർ പട്ടിക പരിശോധന കേവലം ഒരു കടലാസ് പണിയായി ഒതുക്കാതെ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് പാർട്ടി ഏകോപിപ്പിക്കുന്നത്. ഇതിനായി പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ സജ്ജമാക്കിയിട്ടുണ്ട്. ഓരോ ബൂത്തിലെയും പ്രവർത്തന പുരോഗതിയും കണ്ടെത്തുന്ന ക്രമക്കേടുകളും ഈ ആപ്പ് വഴി തത്സമയം റിപ്പോർട്ട് ചെയ്യണം. ബൂത്ത്, പഞ്ചായത്ത്, മണ്ഡലം കോർഡിനേറ്റർമാർക്ക് ഈ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പ്രത്യേക ചുമതല നൽകിയിട്ടുണ്ട്. വീട് വീടാന്തരമുള്ള കയറിറങ്ങിയുള്ള പരിശോധനയിലൂടെ ജനകീയ വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നതാണ് ലീഗിന്റെ ലക്ഷ്യം. ഇതിനായി പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന മാതൃകാ ഫോമുകൾ പൂരിപ്പിച്ച് കൃത്യമായ വിവരശേഖരണം നടത്താൻ നിർദ്ദേശമുണ്ട്. SIR പ്രകാരം വരുന്ന ഈ വോട്ടർ പട്ടികയാണ് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഔദ്യോഗികമായി ഉപയോഗിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ഇതിൽ സംഭവിക്കുന്ന ചെറിയൊരു പിഴവ് പോലും വലിയ തിരിച്ചടിയാകുമെന്ന് പാർട്ടി തിരിച്ചറിയുന്നു. പലയിടങ്ങളിലും വ്യാപകമായി വോട്ടുകൾ വെട്ടിമാറ്റപ്പെടുന്നതായും ഇരട്ട വോട്ടുകൾ ചേർക്കുന്നതായും പരാതികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ലീഗിന്റെ ഈ പ്രതിരോധ നീക്കം. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടപടികളിൽ പ്രവാസികൾക്ക് വോട്ടവകാശം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും പാർട്ടി പങ്കുവെക്കുന്നുണ്ട്. ജോലി ആവശ്യത്തിനായി വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ ഉള്ളവർ പട്ടികയിൽ നിന്ന് പുറത്താവുന്നത് തടയാൻ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ക്യാമ്പുകളിൽ നിർദ്ദേശമുണ്ട്. അവർക്ക് വോട്ടവകാശം നിലനിർത്താനുള്ള നിയമപരമായ സഹായങ്ങൾ നൽകാൻ ബൂത്ത് ഏജന്റുമാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കാൻ നടത്തുന്ന ഈ തീവ്ര ശ്രമം കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ക്യാമ്പുകൾക്ക് ശേഷമുള്ള റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്.